നമസ്കാരം. ഗാർഡനിക്ക ഹോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. ആബൽ മോസ്കസ് മൊസ്കാറ്റസ് എന്നാണ് പ്ലാന്റിൻ്റെ പേര്. ഇതിനെ മസ്ക് മാലോ എന്നും പറയും. വേറെ ഒരുപാട് പേരിൽ ഇതിനെ അറിയപ്പെടും. ഇതിനെ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വെണ്ട ചെമ്പരത്തി എന്നൊക്കെ പറയും. ഓർണമെൻ്റൽ ഓക്ര, മസ്ക് ഓക്ര, ആനുവൽ ഹിബിസ്കസ് എന്നീ പേരുകളിലും ഇതറിയപ്പെടും. നമ്മൾ ഇത് വെണ്ടച്ചെമ്പരത്തി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ വെണ്ടയുമായിട്ട് കൂടുതൽ സാമ്യമുണ്ട്. ഇതിൻ്റെ മൊട്ടിനും ഇതിൻ്റെ ഇലകൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത് വെണ്ടയുടെയും ഒരു ചെമ്പരത്തിയുടെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു രൂപമാണ് ഇതിൻ്റെ ഫ്ലവറും ലീഫും എല്ലാം. ഈ പൂവിൻ്റെ ഈ ചുവന്ന കളർ തന്നെ വളരെ അട്രാക്റ്റീവാണ്. നമ്മുടെ ഈ പച്ചപ്പ് നിറഞ്ഞ ഇലകൾക്കിടയിൽ ഇങ്ങനെ ഒരു റെഡ് കളർ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ചിത്രശലഭങ്ങളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നുണ്ട് ഈ പൂക്കൾ. ഈ ചെടി നമ്മുടെ വെണ്ടയുടെയും ചെമ്പരത്തിയുടെയും കുടുംബത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പെറ്റൽസ് എന്ന് പറയുന്നത് 5 പെറ്റൽസാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ വൈബ്രൻറ്റ് കളേഴ്സ് ആണെങ്കിൽ ബട്ടർഫ്ലൈസിനെ എല്ലാം കൂടുതലായിട്ട് ആകർഷിക്കും. ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ആ ഓരോ കളറിനും നല്ല ഒരു വൈബ്രൻറ്റ് കളറാണ്. യെല്ലോ, റെഡ്, പിങ്ക്, ഓറഞ്ച്. ഈ ചെടി അത്യാവശ്യം നല്ല പൊക്കത്തിൽ വളരുന്ന ചെടിയാണ്. നല്ല സൂര്യപ്രകാശവും ആവശ്യമാണ്. എങ്കിൽ എപ്പോഴും വെള്ളത്തിൻ്റെ ആവശ്യവുമില്ല. നമുക്ക് വെള്ളമില്ലെങ്കിലും അത് 1-2 ദിവസമൊക്കെ നിൽക്കും. അധികം കെയറിങ്ങും ആവശ്യമില്ല. ഈ പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമേ നിൽക്കുകയുള്ളൂ. ഒരു ദിവസം അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ പൂവ് ചൊട്ടിപ്പോകും. ഇതിനെ നമുക്കാണെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നത് ഇതിൻ്റെ സ്റ്റെം കട്ടിങ്ങിലൂടെ ചെയ്യാം. ഇതിൻ്റെ സീഡ്സ് വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കിഴങ്ങ് വെച്ച് നമുക്ക് ചെയ്യാം. അതായത് റൂട്ട്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സീഡ്സ് ഈ പ്ലാന്റിൽ ഇതുപോലെ നമുക്ക് കാണാം. നല്ലതായിട്ട് ഉണങ്ങി അതിൽ തന്നെ നിൽക്കുന്നതാണ്. തന്നെ സ്പ്ലിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ നമുക്കത് കളക്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കത് പാകിയാൽ തൈകളുണ്ടാവുകയും നമുക്കത് പിന്നെ അത് പിരിച്ച് വെച്ച് നടാവുന്നതാണ്. വെണ്ടയുടെയൊക്കെ വിത്ത് പോലെ തന്നെയാണ് ഇതിൻ്റെയും വിത്തുകൾ കാണുന്നത്. ഓരോ ലെയറായിട്ടാണ്. ആ ഓരോ ലെയറിലുമാണ് ഇതിൻ്റെ സീഡ്സ് ഇരിക്കുന്നത്. ഈ പ്ലാന്റ് ആണെങ്കിൽ 2 മീറ്ററെങ്കിലും പൊക്കം വെക്കും. ഒരു വുഡി ടൈപ്പാണ് അതിൻ്റെ സ്റ്റെം വരുന്നത്. സാധാരണ പ്ലാന്റ്സിൻ്റെ പോലെ അത്ര സോഫ്റ്റ് അല്ല, വുഡി ടൈപ്പാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക. ഈ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. നമസ്കാരം.